എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ചുങ്കത്രയിൽ LDF ഭരണം അട്ടിമറിക്കാൻ UDF. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPM-ലെ TP റെയ്നക്കെതിരെയാണ് UDF-ലെ 10 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നിലമ്പൂർ BDO-ക്ക് നൽകിയത്. UDF-ലെ 10 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസാണ് നിലമ്പൂർ BDO-ക്ക് നൽകിയത്. 20 അംഗ ഭരണസമിതിയിൽ LDF-ന് UDF-നും 10 വീതം അംഗങ്ങളാണുള്ളത്. എന്നാൽ LDF പക്ഷത്തുള്ള അംഗങ്ങളിൽ ചിലരിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് UDF-ന്റെ നീക്കം. LDF-ലെ ഒരു വനിതാ അംഗവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ UDF നേതാക്കളും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവറും ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് തിടുക്കത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളും 10 വീതം സീറ്റുകളിൽ വിജയിച്ചതോടെ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ വത്സമ്മ സെബാസ്റ്റ്യൻ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ സൈനബ മാമ്പള്ളി വൈസ് പ്രസിഡന്റായും ഭരണസമിതിയാണ് ആദ്യം അധികാരത്തിലേറിയത്. എന്നാൽ അധികം വൈകാതെ LDF അവിശ്വാസം കൊണ്ടുവന്നു. മുസ്ലിം ലീഗ് സ്വതന്ത്ര MK നജിമുന്നീസയുടെ പിന്തുണയോടെ വത്സമ്മ സെബാസ്റ്റ്യൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സൈനബ മാമ്പള്ളി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താവുകയും MK നജിമുന്നീസ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ കൃത്യം ഒരു വർഷമായപ്പോഴേക്കും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നൽകിയ പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നജിമുന്നീസയെ അയോഗ്യയാക്കി ഉത്തരവിറക്കി. ഇതോടെ LDF-ന് 10ഉം UDF-ന് 9ഉം അംഗങ്ങളായി. CPM-ലെ TP റീന പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു. കളക്കുന്ന് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ KP മൈമൂന വിജയിച്ചെങ്കിലും അംഗബലം തുല്യമായതിനാൽ TP റീനയുടെ പ്രസിഡന്റ് പദവിക്ക് ഇളക്കം തട്ടിയില്ല. മുൻ MLA PV അൻവറിന്റെ പുതിയ പാർട്ടി ഇടപെടൽ കൂടിയായിട്ടാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് UDF നോട്ടീസ് നൽകിയത്. വത്സമ്മ സെബാസ്റ്റ്യനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കാൻ ചരട് വലിച്ച PV അൻവറാണ് ഇപ്പോൾ LDF ഭരണം അട്ടിമറിക്കാനും ചുക്കാൻ പിടിക്കുന്നതെന്ന് കാലത്തിന്റെ വിരോധാഭാസം എന്നല്ലാതെ എന്തു പറയാൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom BBA-യോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCA-യിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ, വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.